അഫിമാമിന്റെ ഒരു ബേത്തി ഞങ്ങൾക്ക് ചൊല്ലിത്തരാം. لا يا أهل بيت رسول لله حبكم فرض من الله في القرآن أنزله يكفيكم من عظيم المجد أنكم من لم يصلي عليكم فلا صلاة له. سبحان الله. ഷാഫി ഇമാം പറയാണ് റളിയല്ലാഹു. ഷാഫി ഇമാമിന്റെ ബൈറ്റാ. ഷാഫി ഇമാമിന്റെ ദീവാനിലുണ്ട് ബൈറ്റ്. റസൂലുള്ളാഹിന്റെ കുടുംബമേ, നിങ്ങളെ പ്രേമിക്കൽ ഫറളും മിനല്ലാഹ്, അല്ലാഹുവിൽ നിന്ന് ഫറളാക്കിയതാണ്. ഫിൽ ഖുർആനി അൻസലഹു, നിങ്ങളെ പ്രേമിക്കണം എന്ന് ഖുർആനിൽ അല്ലാഹു തആല ഇറക്കിയ വിഷയമാണ്. യക്ഫീകുമു മിൻ അളീമിൽ മജ്ദി, നിങ്ങളെ വലിപ്പത്തനത്തിന് ഇത് മാത്രം മതിയാകും. അന്നകും മല്ലം യുസല്ലി അലൈക്കും ഫലാ സ്വലാത ലഹു, നിങ്ങളെ മേൽ ആരെങ്കിലും സ്വലാത്ത് ചെല്ലിയില്ലെങ്കിൽ അവന്റെ നിസ്കാരമല്ല. അവരുടെ ഉമ്മയാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹാ. സുബ്ഹാനല്ലാഹ്. പറഞ്ഞു തുടങ്ങാണ്, ഇനി കുറച്ച് പറയാനുണ്ട്. അവരമ്മയാണ് ഫാത്തിമ. അതായത് ആ ഉമ്മാന്റെ കുട്ടികൾക്ക് സ്വലാത്ത് ചെല്ലിയില്ലെങ്കിൽ എന്തല്ല? നിസ്കാരമല്ല. അല്ലാഹു തആല അവരെ പിന്നാലെ നമ്മളെ നിർത്തി തരട്ടെ. ഇനി നിങ്ങൾ വേറെ ഹദീസ്, തുർമുദി രേഖപ്പെടുത്തിയ ഒരു ഹദീസ് കൂടി കേട്ടോളൂ. ഐഷ ബിബി പറയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി പറഞ്ഞിട്ടുണ്ട്, സിത്തത്തുൻ ലഅൻതുഹും വലഅനഹുമുല്ലാഹ്, 6 വിഭാഗം ആളുകളുണ്ട്. ആ വിഭാഗങ്ങളെ ഞാനും ശപിച്ചിട്ടുണ്ട്, അള്ളയും ശപിച്ചിട്ടുണ്ട്. ആര്? മുത്തു മുഹമ്മദ് മുസ്തഫ. ഒന്ന്, ഖുർആനിൽ കൂട്ടിച്ചേർക്കാൻ നോക്കുന്നവൻ, അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അൽ മുകദ്ദിബു ബിഖദരില്ലാഹ്, അല്ലാഹുവിന്റെ ഖദറിനെ കളവാക്കുന്നവൻ. 2, അൽ മുതസല്ലിതു ബിൽ ജബറൂത്തിൽ യുഇസ്സു ബിദാലിക മൻ അദല്ലല്ലാഹ്, അല്ലാഹുവിന്റെ അധികാരത്തിൽ കയറി ഇടപെടുന്നവൻ. അല്ലാഹു തആല അൽ മുഇസ്സു മൻ അദല്ലല്ലാഹ്, അല്ലാഹ് നിന്ദിച്ചവനെ യോഗ്യനാക്കാൻ നോക്കുന്നവൻ. വയുദില്ല മൻ അഅസ്സല്ലാഹ്, അല്ലാഹ് യോഗ്യനാക്കിയവനെ നിന്ദനാക്കാൻ നോക്കുന്നവൻ. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അൽ മുസ്തഹില്ലു ലിഹുറമില്ലാഹ്, അല്ലാഹ് ഹറാമാക്കിയതിനെ ഹലാലാക്കുന്നവൻ. വൽ മുസ്തഹില്ലു മിൻ ഇത്റതി മാ ഹറമല്ലാഹ്, എന്റെ കുടുംബത്തെ തൊട്ട് കളിക്കാൻ പാടില്ല എന്ന് അല്ലാഹ് ഹറാമാക്കിയതിനെ ഹലാലാക്കി എന്റെ കുടുംബത്തെ തൊട്ട് കളിക്കുന്നവൻ. വത്താരിക്കുൽ സുന്നത്തി, എന്റെ സുന്നത്തിനെ പാടെ ഉപേക്ഷിക്കുന്നവൻ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. 6 വിഭാഗം ആളുകളുണ്ട്. അവർ അല്ലാഹ് ശപിച്ചിട്ടുണ്ട്, ഞാനും ശപിച്ചിട്ടുണ്ട് എന്ന് പുണ്യ റസൂൽ. ഖുർആനിൽ കൂട്ടിച്ചേർക്കാൻ നോക്കുന്നവൻ. 2, അൽ മുകദ്ദിബു ബിഖദരില്ലാഹ്, അല്ലാഹുവിന്റെ ഖദറിനെ കളവാക്കുന്നവൻ. 3, അല്ലാഹു തആല നിന്ദിച്ചവരെ യോഗ്യരാക്കാൻ നോക്കുന്നവൻ, അല്ലാഹ് യോഗ്യരാക്കിയവരെ നിന്ദിക്കാൻ നോക്കുന്നവൻ. പിന്നെ 4, അൽ മുസ്തഹില്ലു ലിഹുറുമില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയതിനെ ഹലാലാക്കാൻ നോക്കുന്നവൻ. വൽ മുസ്തഹില്ലു മിൻ ഇത്റതി മാ ഹറമല്ലാഹ്, എന്റെ കുടുംബത്തെ തൊട്ട് കളിക്കാൻ പാടില്ല എന്ന് അല്ലാഹ് പറഞ്ഞിട്ടും എന്റെ കുടുംബത്തിന്റെ രക്തവും അഭിമാനവും ഹലാലായി കാണുന്നവൻ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. വത്താരിക്കുൽ സുന്നത്തി, എന്റെ സുന്നത്തിനെ പാടെ വർജിക്കുകയും നിഷേധിക്കുകയും ചെയ്യുന്നവൻ. അല്ലാഹു തആല കാത്തിരക്ഷിക്കട്ടെ. ഈ 6 കൂട്ടരെയും ഞാനും ശപിച്ചിട്ടുണ്ട്. അതിൽ 5ാമത്തെ വിഭാഗമാണ് ആര്? ഇത്റത്തു റസൂലില്ലാഹ്, അതിന്റെ ഉമ്മയാണ് മഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹാ. ശ്രദ്ധിക്കുക. വേറൊരു ഹദീസ് കേട്ടോളി. ഒരാൾ എന്ത് ചെയ്ത്? ഒരാൾ ഹജറുൽ അസ്വദിന്റെയും ഇബ്രാഹിം മഖാമിന്റെയും അടുത്ത് നിന്ന് അവിടെ ഇരുന്നിട്ട് അല്ലാഹ് ഇബാദത്ത് എടുക്കാൻ തീരുമാനിച്ചു. കാലങ്ങളോളം ഹബീബ നബി പറയാം, لو أن رجلا صفن بين الركن والمقام وصلى وصام, ഒരാൾ ഹജറുൽ അസ്വദിന്റെയും ഇബ്രാഹിം മഖാമിന്റെയും ഇടയിൽ ഇരുന്നിട്ട് ആയുസ് മുഴുവൻ ഇബാദത്ത് എടുക്കാൻ തീരുമാനിച്ചു. അവിടെ നിസ്കരിക്കും, അവിടെ നോമ്പ് വിൽക്കും. അവിടെ നിസ്കരിക്കും. വസാമ, അവിടെ നിന്ന് നോമ്പ് വിൽക്കും. ثم مات, പിന്നെ മരിച്ചു. وهو مغبغض لأهل بيت محمد, അവൻ എന്റെ കുടുംബത്തോട് ദേഷ്യം വെച്ചവനാണെങ്കിൽ അവൻ നരകത്തിൽ കിടക്കുക തന്നെ ചെയ്യും എന്ന് പുണ്യ റസൂൽ. മുഅ്ജമുൽ കബീറിലും ഈ ഹദീസ് ഇമാം തുബ്രാനി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുസ്തദ്റക്കിൽ ഈ ഹദീസ് ഇമാം ഹാക്കിം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ?
മനസ്സിലാകുന്നുണ്ട് പറഞ്ഞത്. അതായത് ഒരാൾ ഇബ്രാഹിം മക്കാമിന്റെയും അബാലയത്തിന്റെ ഹജറുൽ അസ്വദിന്റെയും മൂലന്റെ അടിയിൽ നിന്നിട്ട് എന്തായി, ആയുസ് മുഴുവൻ അവിടെ നിൽക്കാൻ തീരുമാനിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു, അവിടെ നിന്ന് നമസ്കരിക്കും, അവിടെ നിന്ന് നോമ്പെടുക്കും. ഓഹോ മുബഖലുൽ അഹ്ലി ബൈത്തി, എന്റെ കുടുംബത്തിനോട് അവൻ ദേഷ്യം വെച്ചവനാണ്. എങ്കിൽ ആ വ്യക്തി ആയുസ് മുഴുവനും മത്താഫിൽ മഖാം ഇബ്രാഹിമിന്റെയും ഹജറുൽ അസ്വദിന്റെയും മുന്നിൽ ഇടയിൽ വെച്ച് നിസ്കരിച്ചവനാണെങ്കിൽ പോലും എന്റെ കുടുംബത്തോട് അവൻ ദേഷ്യം വെച്ചവനാണെങ്കിൽ ദഖലന്നാർ, അവൻ നരകത്തിൽ കിടക്കുക തന്നെ ചെയ്യും. ആ കുടുംബത്തിന്റെ ഉമ്മയാണ് ഫാത്തിമ അല്ലാഹു തആല. ആ കുടുംബത്തെ സ്നേഹിക്കുന്നവരിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. അഹ്ബുല്ലാഹി ലിമാ യഗ്ലൂകും മിൻ നിഅമിഹി, അല്ലാഹു തആല നിന്ന് നിങ്ങൾക്ക് തരുന്ന നിഅമത്തിന് പകരമായി നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കുക. അല്ലാഹു തരുന്ന നിഅമത്തിന് പകരമായി നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കുക. തുർമദി ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്, തബറാനി ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഹാക്കിമി ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹു തരുന്ന നിഅമത്തിന് പകരമായി അല്ലാഹുവിനെ സ്നേഹിക്കുക. വഅഹബ്ബൂനി ലിഹുബ്ബില്ലാഹ്, അല്ലാഹുവിന്റെ സ്നേഹത്തിന് പകരമായി എന്നെ സ്നേഹിക്കുക. പുണ്യ റസൂൽ അല്ലാഹുവിന്റെ നിഅമത്തിന് പകരമായി അല്ലാഹുവിനെ സ്നേഹിക്കുക. അള്ളാഹിനെ സ്നേഹിക്കുന്നതിന് പകരമായി എന്നെ സ്നേഹിക്കുക. എന്നെ സ്നേഹിക്കുന്നതിന് പകരമായി എന്റെ കുടുംബത്തെയും സ്നേഹിക്കുക എന്ന് പുണ്യ റസൂൽ. അള്ളാഹിനെ സ്നേഹിക്കുന്നതിന് വേണ്ടി നിങ്ങൾ എന്നെ സ്നേഹിക്കുക. മനസ്സിലായില്ല? നിങ്ങളെ നിഅമത്തിന് പകരമായി നിങ്ങൾ അള്ളാഹിനെ സ്നേഹിക്കുക, അള്ളാഹ്ക്ക് പകരമായി എന്നെ സ്നേഹിക്കുക, എനിക്ക് പകരമായി കുടുംബത്തെ സ്നേഹിക്കുക. അവരുമ്മയാണ്, അവർ ഉമ്മുൽ മുഅ്മിനീൻ, ഉമ്മു ഇത്റത്തിൻ നബി, അതാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ. അവരുടെ ശരീരത്തിനെ കുറിച്ചൊക്കെ പിന്നീട് പറയും ഇൻഷാ അല്ലാഹ്. ഭയങ്കര അത്ഭുതകരമായ വിവരങ്ങൾ ഈ ക്ലാസ്സുകൾ പറയും ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ വേറൊരു ഹദീസ്, ഈ ഹദീസ് ഇമാം ഹാക്കിം മുസ്തദ്റക്കിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. النجوم أمان لأهل الأرض من الغرق وأهل بيتي أمان لأمتي فإذا خالفتها قبيلة من عرب اختلفوا فصاروا حزب إبليس. يا الله يا الله يا الله. ഇതുവരെ കേൾക്കാത്തൊരു ഹദീസ്. എന്താ പറയുന്നത്? നക്ഷത്രങ്ങൾ ഭൂമിയിലുള്ള ആളുകൾക്കൊരു അമാനാണ്. ഏത് കടലിൽ യാത്ര ചെയ്യുന്നവരും നക്ഷത്രങ്ങൾ നോക്കി യാത്ര ചെയ്യാതെ കരയിലെത്തും. മിനൽ ഖറഖി, കപ്പൽ മുങ്ങുന്നതിൽ നിന്നുള്ള പരിഹാരമാണ് എന്ത്? കപ്പൽ മുങ്ങുന്നതിനുള്ള പരിഹാരമാണ് എന്ത്? നക്ഷത്രം. നക്ഷത്രം നോക്കിയാണ് കപ്പിത്താൻ എങ്ങനെ കൃത്യമാക്കി കൊണ്ടുപോകും. അപ്പൊ എവിടെ എത്തും? കരയിലെത്തും. ഒരു പേടിക്കേണ്ട. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. വാഹിലു ബൈതി അമാനുൽ ഉമ്മത്തി, ഹലാക്കിൽ മുങ്ങുന്നതിൽ നിന്ന് ഈ ദുനിയാവിലെ ജനങ്ങൾക്ക് പരിഹാരമാണ് എന്റെ കുടുംബം. ഫഇദാ ഖാലഫത്ഹാ ഖബീല, ഒരു കബീല അതിനോട് എതിരായാൽ ഇഖ്തലഫു, അവർ ഭിന്നിച്ചു പോകും. ഫസാറു ഹിസ്ബ ഇബ്ലീസ്, പിന്നെ അവർ ഇബ്ലീസിന്റെ പട്ടാളമായി മാറും. അല്ലാഹ് കാക്കട്ടെ. അതായത് ഫാത്തിമ ബീവിയുടെ കുടുംബത്തെ ഒരു കുടുംബം വെറുത്താൽ ഒരുപാട് സംഭവം എൻ്റെ മുന്നിലുണ്ട്. ഒരുപാട് സംഭവമുണ്ട്. എല്ലാം കൂടി ഖൈറില്ല പറയുന്നത്, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. എത്രയുണ്ട്. കുരുത്തക്കെട്ട് അഹ്ലു ബൈത്ത് പള്ളിയിൽ നിർത്തി, അഹ്ലു ബൈത്തിനെ പള്ളിയിൽ നിർത്തുമ്പോൾ ഭയങ്കര, മനസ്സിലായില്ല, ഭയങ്കര ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ എന്തുണ്ടാവുമെന്നറിയോ? കുരുത്തക്കേട് പറ്റിയ പള്ളി പ്രസിഡന്റിനെ എനിക്കറിയാം, കുരുത്തക്കേട് പറ്റിയ പള്ളി പ്രസിഡന്റിനെ എനിക്കറിയാം, തമ്മത്തല്ലണ മായാലും എനിക്കറിയാം. എന്റെ സയ്യിദ് കരിഞ്ഞു പോയിട്ടുണ്ട്. അവിടുന്ന് ഒരു സയ്യിദ് മായാലിൽ നിന്ന് കരിഞ്ഞു പോയിട്ടുണ്ട്. എത്രയുണ്ട്. ഇത് നിങ്ങളല്ലല്ലോ, അവരും കേൾക്കുമല്ലോ എന്നുള്ളത് കൊണ്ടാണ്. ഓർക്കും അറിയാം, മായാലിലേക്കും അറിയാം. അതാണ് പ്രശ്നം. കുരുത്തക്കേട് പറ്റിയ പള്ളി പ്രസിഡന്റിനെ എനിക്കറിയാം. എത്രയുണ്ട്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഭയങ്കരം. രക്ഷപ്പെടൂല. ഒരു മഹല്ലില് കുരുത്തക്കേട്. ഒരു മഹല്ലില് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ ഖാളിയാക്കാൻ വേണ്ടി കൊണ്ടുവന്നു. അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അപ്പോൾ ഇന്ന് തങ്ങൾ വന്നിട്ടുണ്ട്, നമ്മൾ ഖാളിയായി ബൈഅത്ത്. അപ്പോൾ ഏതോ ഒരാൾ എണ്ണീറ്റ് നാൾ പറഞ്ഞു, അത് കഴിഞ്ഞ ആഴ്ച പറയേണ്ടതായിരുന്നു എന്ന് പറഞ്ഞു. ഇവിടെ ജനങ്ങളോട് എങ്ങനെ ചോദിക്കാതെ ഒരാളെ ഖാളിയാക്കാൻ പറ്റൂല. അപ്പോൾ മുജീബാണ് അന്ന് ഡ്രൈവർ. തങ്ങൾ ഇങ്ങനെ ഇറങ്ങി, എല്ലാവരും കൂട്ടത്തിൽ എല്ലാവരും കരഞ്ഞിട്ട് തടഞ്ഞു നിന്നില്ല, ഇറങ്ങി. അടുത്ത വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചില്ല. അങ്ങനെ തന്നെ വന്ന് ജനങ്ങൾ തള്ളി മാറ്റി തങ്ങൾ ഇങ്ങനെ പോന്ന് നേരെ കാറിൻ്റെ അടുത്ത് വന്ന് കാർ എടുക്കും ചെയ്യും. കാറിൽ കരഞ്ഞ് തങ്ങൾ നിന്നില്ല. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ പഠിച്ചു. അല്ലാഹ് ഇന്നും കുരുത്തക്കട.
ഇന്ന് കുരുത്തക്കേടാണ്. അള്ളാഹു തആല കാത്തുരക്ഷിക്കട്ടെ. അത് കുരുത്തക്കേടുണ്ടാവും ചെയ്യും, ആ കുരുത്തക്കേടുണ്ടാവും. അങ്ങനെ എത്രയുണ്ട്. അത് മാത്രമൊന്നുമല്ല, ഞാൻ വേറെ ഒരുപാട് സംഭവം എനിക്കറിയാം. അത് പല ആളുകളും വിധേയരായ ആളുകളുണ്ട്, പിന്നെ അവർക്ക് കേൾക്കാൻ സുഖം ഉണ്ടാവില്ലല്ലോ. അത് രക്ഷപ്പെടില്ല. കാത്തുരക്ഷിക്കട്ടെ, ഒരിക്കലും രക്ഷപ്പെടില്ല. അള്ളാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഒരിക്കലും രക്ഷപ്പെടില്ല, ഒരിക്കലും രക്ഷപ്പെടില്ല, ഒരിക്കലും രക്ഷപ്പെടും. പിന്നെ അവർ ഇബ്ലീസിന്റെ പട്ടാളായി മാറും. അവർ ഭിന്നിച്ചുകൊണ്ടേയിരിക്കും, അവർ തമ്മിൽ സുഖം ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? അവർ തമ്മിൽ പിന്നെ ഭിന്നത ഉണ്ടാകുക. പിന്നെ ആ മഹലിൽ എന്തുണ്ടാവില്ല, ആ നാട്ടിൽ എന്തുണ്ടാവില്ല, ഒരു വഹദത്ത് ഉണ്ടാവില്ല, ഐക്യം ഉണ്ടാവില്ല, ആ കുടുംബത്തിൽ ഉണ്ടാവില്ല. അങ്ങനെ കുടുംബം ചെയ്ത കുടുംബത്തിന് ഉണ്ടാവില്ല. അവർ പിന്നെ ഇബ്ലീസിന്റെ പട്ടാളമായി മാറും. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഈ ഹദീസ് തുർമദിയിലുണ്ട്, ഈ ഹദീസ് ഹാക്കിം രേഖപ്പെടുത്തിയിട്ടുണ്ട്, മുസ്തദറക്കിലുണ്ട്. ഹദീസ് ആദ്യം പറഞ്ഞു തുർമദിയിലുണ്ട്, ഇത് ഹാക്കിം റളിയല്ലാഹു അൻഹു മുസ്തദറക്കിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ അവരുടെ ഉമ്മയാണ് ആര്? മഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹാ. സംശയിക്കണ്ട. അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു, അലിയെ തൊട്ട് ബഹുമാനപ്പെട്ട ബറാനി തങ്ങൾ കബീർ മുഅ്ജമുൽ കബീറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് തങ്ങൾ മുസ്നദിൽ രേഖപ്പെടുത്തിയ വേറെ ഹദീസ് അലി ഇബ്നു അബി ത്വാലിബിൻ ദഖല അലയ്യ റസൂലുള്ളാഹ്, റസൂലുള്ളാഹി ഞങ്ങളെ പരിയിൽ വന്നു, വഅന നായിമുൻ, ഞാൻ കിടന്നുറങ്ങിയിരുന്നു. അങ്ങനെയോ അപ്പോൾ ഫസ്തസ്കൽ ഹസനോ ഹുസൈനോ എന്തെങ്കിലും ഒന്ന് പിന്നെ വെള്ളം വന്ന് ചോദിച്ചു. ഫഖാമൻ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഷാത്തില്ലന, ഞങ്ങളെ പരിയിൽ ഒരു ആടുണ്ടായിരുന്നു, ദാഹിക്കുന്നുണ്ട് പറഞ്ഞു. റസൂലുള്ളാഹി കയറി വന്നു. അപ്പൊ ഞാൻ ഉറങ്ങാണ്. അപ്പൊ ഹസനോ ഹുസൈനോ എന്ത് പറഞ്ഞ് ദാഹിക്കുന്നുണ്ട്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ല ഷാത്തില്ലന ബിക്കിരിൻ, പള്ളിയിൽ ഉണ്ടാകി പ്രസവിക്കാത്ത ഒരാടും കൂട്ടി ഉണ്ടായിരുന്നു ഞങ്ങളെ പേരില്. മനസ്സിലായില്ല? പ്രസവിക്കില്ല. അതിന്റെ ബിക്റായ പറഞ്ഞാൽ ഒരു കൂറ്റൻ അതിന്റെ പുറത്ത് കേറിയിട്ട് പോലുമില്ല, അങ്ങനത്തെ പെണ്ണാടും കൂട്ടിയിട്ട്. അപ്പൊ അവിടേക്ക് റസൂലുള്ളാഹി ചെന്നു, പാത്രം എടുത്തു, ഇതെന്തായി? കറന്നു, നിറച്ച് പാലിട്ടി കൊണ്ടുവന്നവർക്ക് കൊടുത്തു. എന്തായി കേൾക്കണ്? എന്തായി കേൾക്ക്? എന്നൊക്കെ പറഞ്ഞു. മനസ്സിലായില്ലേ? ഞങ്ങളുടെ വീട്ടിൽ എന്തുണ്ടായിരുന്നു? അതായത് പിന്നെ അത് പ്രസവിക്കാത്തൊന്നുമല്ല മോനെ, ബിക്ർ എന്ന് പറഞ്ഞാല് കൂറ്റനാട് അതിനെ കേറിയിട്ടില്ല, അങ്ങനത്തെ ഒരാടുണ്ടായിരുന്നു, ഒരു പെണ്ണാടുണ്ടായിരുന്നു. അതിന്റെ അടുത്തേക്ക് റസൂലുള്ളാഹി ചെന്നു. എന്നിട്ട് ഹബീബായ റസൂലുള്ളാഹി എന്ത് ചെയ്തു? ഫഹലബഹ, അതിന്റെ അടുത്തുനിന്ന് റസൂലുള്ളാഹി അതിന്റെ ചെറിയ കുഞ്ഞുമല റസൂലുള്ളാഹി പിടിച്ചാണ് ഇങ്ങനെ ഒന്ന് പിഴിഞ്ഞു. അപ്പോഴത്തേന് നിറച്ച് പാലുണ്ട് വന്നു. അങ്ങനെ അത് കുട്ടികൾക്ക് കൊടുത്തു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന്. ഫഖാല, അപ്പൊ ഫാത്തിമ പറഞ്ഞു, കന്നഹു അഹബ്ബുഹുമാ ഇലൈക കഅന്നഹു യാ റസൂലല്ലാഹ് എന്ന്. ഹബീബായ റസൂലുള്ളാഹി കുട്ടിയൊക്കെ നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്, നിങ്ങളെ കാണുമ്പോഴാണ് അവരെ ആവശ്യം. റസൂലുള്ളാഹി കയറി വന്നപ്പോൾ കുട്ടിയൊക്കെ എന്തെങ്കിലും ഒന്ന് കുടിക്കണം. അപ്പോഴാണ് എന്ത് ചെയ്തത്? അങ്ങനെയാണല്ലോ, ഇഷ്ടപ്പെട്ട ആളുകളെ കണ്ടാൽ അങ്ങനെയാണല്ലോ, എന്തും കുട്ടികൾ പറയുമല്ലോ. മനസ്സിലായില്ല? ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകളെ കണ്ടാൽ ആവശ്യം പറയാമല്ലോ. അപ്പോഴാണ് കുട്ടികൾക്ക് നിങ്ങളെ വലിയ ആവശ്യം, ഇതുവരെയും ഉണ്ടാതിരുന്നതാണ്. അപ്പൊ നിങ്ങളെ കണ്ടപ്പോൾ അവർക്ക് എന്തെങ്കിലും ആവശ്യം പാൽ കുടിക്കണം. അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു, ഇന്നി ഇയ്യാക്കി വഹാദൈനി വഹാദ റാഖിദു ഫീ, ഈ പേടിക്കണ്ട, നിന്റെ കുട്ടികളും ഇവർക്ക് പേടിക്കണ്ട, ഞാനും നീയും ഈ ഉറങ്ങണവനും നിന്റെ ഈ രണ്ട് മക്കളും ഫീ മക്കാനിൻ വാഹിദ് യൗമൽ ഖിയാമ, സ്ഥലത്തായിരിക്കും. ഈ പേടിക്കണ്ട, നിന്റെ കുട്ടികൾ നിന്റെ ഒപ്പം ഉണ്ടാവും, ഈ ഉണ്ടാവും, ഈ ഉറങ്ങനും ഉണ്ടാവും. സല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിലായില്ല? കുട്ടികൾക്ക് നിങ്ങളെ കണ്ടാൽ എന്തോ ശീലാണ്, അവർക്ക് എന്തെങ്കിലും ഒന്ന് കിട്ടണം നബിയെ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞ് വേണ്ട, ഈയാക്കി. ഞാനും നീയും ഫാത്തിമ, ഞാനും നീയും, പിന്നെ എന്റെ പൊന്നു പോലെയുള്ള ഈ മക്കളും, പിന്നെ ഇവരുടെ ഉപ്പയായ അലിയും ഈ ഉറങ്ങിക്കിടക്കുന്നവനും ഫീ മക്കാനിൻ വാഹിദിൻ യൗമൽ ഖിയാമ, അന്ത്യനാളിൽ ഒരു സ്ഥലത്തായിരിക്കും. അല്ലാഹുമ്മ ജഅൽനാ മഅഹും, അല്ലാഹുമ്മ ജഅൽനാ മഅഹും, അല്ലാഹുമ്മ ജഅൽനാ മഅഹും. അനാ ഹർബുൻ ലിമൻ ഹാറബക്കും, നിങ്ങളോട് ആര് യുദ്ധം ചെയ്താലും അവനോട് യുദ്ധം ചെയ്യുന്നവൻ ഞാനായിരിക്കും. അനസിൽമും മനസാലമക്കും, നിങ്ങളോട് ആരൊക്കെ നല്ല ബന്ധത്തിൽ കഴിഞ്ഞാല് അവരോട് നല്ല ബന്ധത്തിൽ കഴിയുന്നവൻ ഞാനായിരിക്കും എന്ന് പുണ്യ റസൂൽ
ആ ഹദീസ് ആദ്യത്തെ മുസ്നദിലുണ്ട്, തുബ്രാനിയിൽ മുഅ്ജമുൽ കബീറിലുണ്ട്. ഇപ്പോൾ പറഞ്ഞ ഹദീസ് തുർമുദിയിലുണ്ട്. ഇപ്പോൾ പറഞ്ഞ ഹദീസ് തുർമുദ് സയ്യിദ് ബിൻ അർഖമാണ്. ആദ്യം പറഞ്ഞത് അലി ബിൻ അബി താലിബിന്റെ റിപ്പോർട്ടാണ്. ഈ ഹദീസ് സയ്യിദ് ബിൻ അർഖമാണ് റളിയല്ലാഹു അൻഹു. ഖാല ലി അലി വഫാത്തിമ വൽ ഹസൻ വൽ ഹുസൈൻ. ഈ ആളുകളോട് മുത്തുനബി പറഞ്ഞു, അന ഹർബുൻ ലിമൻ ഹാറബക്കും വസിൽമുൻ ലിമൻ സാലമക്കും. ആരൊക്കെ നിങ്ങളോട് എതിർത്തോ അവരോട് യുദ്ധം ചെയ്യുന്നവൻ ഞാനായിരിക്കും. ആരൊക്കെ നിങ്ങളോട് നല്ല ബന്ധത്തിലാണോ അവരോട് നല്ല ബന്ധത്തിൽ കഴിയുന്നവനും ഞാനായിരിക്കും എന്ന് പുണ്യ മുഹമ്മദ് മുസ്തഫ. പടച്ചോനെ റബ്ബേ, അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ എന്ന് അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഫാത്തിമ ബീവിക്ക് ഒരു മോളുണ്ടായിരുന്നു, ഉമ്മു കുൽത്തൂം. ആ പെൺകുട്ടിയെ കെട്ടി അന്വേഷിച്ചു ഉമർ ബിൻ ഖത്താബ്. അപ്പൊ അലിയാർ പറഞ്ഞു, അത് ജാഫറിന്റെ മോനാണ്. ഉമർ തങ്ങളെ ഞങ്ങൾ ചോദിക്കരുത്. ഫാത്തിമാവിന്റെ ഒരു മോളുണ്ടായിരുന്നു, ആര്? ഉമ്മു കുൽത്തൂം. അപ്പോൾ അലിയാരോട് വന്നിട്ട് ഉമർ ബിൻ ഖത്താബ് ചോദിച്ചു, അങ്കിയ മോളെ എനിക്ക് കെട്ടിച്ചു ചോദിച്ചു. ലാ അത് കെട്ടിച്ചേരാൻ പറ്റൂല, ഞാൻ ഇതിന്റെ ജാഫറിന്റെ അതായത് അലി റളിയല്ലാഹുവിന്റെ ഏട്ടനാണ്. ആര്? ജാഫർ. മൂത്തതിൽ മരിച്ച ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അത് ജാഫറിന്റെ മോന് വേണ്ടിയിട്ട് ഞാൻ അവളെ കാത്തിച്ചാണ് പറഞ്ഞു. അപ്പോ പോയി പിന്നെ വന്നു, നിങ്ങളെ എനിക്ക് കെട്ടിച്ചേരുമെന്ന് വെച്ച്. അപ്പൊ പറഞ്ഞു, അപ്പോഴും പറഞ്ഞു, എന്ത് അത് നിന്നോട് ചോദിക്കണ്ട, അത് ഞാൻ ജാഫറിന്റെ മോന് വേണ്ടി വെച്ചതാണ് എന്ന്. പിന്നെയും വന്നു നിർബന്ധിച്ച് കഥ അങ്ങിയബക്കിയ കരയാനടുത്തു പോയി. അവസാനം ഉമർ ബിൻ ഖത്താബിന് ആ പെൺകുട്ടിയെ കെട്ടിച്ചു കൊടുത്തു. ആര്? അലി ബിൻ അബി താലിബ്. ആരെ മോളെ? അലിയാരെയും ഫാത്തിമ ബീവിന്റെയും മോളായ ആരെ? ഉമ്മു കുൽസൂമിനെ കെട്ടിച്ചു കൊടുത്തു. പിന്നെ ഇങ്ങനെ മുഹാജിരികൾ ഇരിക്കുന്നിടത്തേക്കാണ് വന്നു ഉമർ ബിൻ ഖത്താബ്. വലിയ സന്തോഷത്തിൽ കയറി വന്നു. സന്തോഷത്തിൽ കയറി വന്നു. എന്നാ എനിക്കൊരു ഹനീ അൻ മരി എന്ന് പറയേ, ഭാഗ്യക്കാരൻ ഭാഗ്യം കിട്ടിയവൻ എന്ന് പറയേ എന്ന് പറഞ്ഞു. ആര്? ഉമർ റളിയല്ലാഹു അൻഹു. ഭാഗ്യക്കാരൻ എന്ന് പറയേ, ഭാഗ്യക്കാരൻ എന്ന് എന്നെ പറ്റി പറയേ. അപ്പോൾ ആളുകൾ ചോദിച്ചു, ബിമൻ യാ അമീറൽ മുഅ്മിനീൻ, എന്തുകൊണ്ട്, ആരെ കൊണ്ട് ഭാഗ്യം ഉണ്ടായി? അപ്പോൾ പറഞ്ഞു, ബി ഉമ്മി കുൽസൂം ബിൻതി അലി വ ഫാത്തിമ. അലിയാരുടെയും ഫാത്തിമയുടെയും മോളെ ഉമ്മു കുൽസൂമിനെ അലി എനിക്ക് കെട്ടിച്ചു തന്നിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഭാഗ്യക്കാരനായി എന്ന് ഉമർ ബിൻ ഖത്താബ്. ലിഅന്നി സമിഅതു മിൻ റസൂലില്ലാഹ്. ഇത് ചിന്തിക്കണം, ചിന്തിക്ക്. എന്നിട്ടാണ് ഇന്നത്തെ മൗലവിമാര് പറയുന്നത്, എന്ത് അങ്ങനെ നബി കുടുംബം ഉണ്ടെങ്കിൽ അതുകൊണ്ട് ഉപകാരമൊന്നും ഇല്ല. അതാണെന്ന് മൗലവിമാര് പറയണത്. തെളിവ് ചോദിച്ചാൽ തെളിവ് പറയും, അത് കിതാബ് വെച്ച് തന്നെ പറയും, മറ്റേ വർത്താനല്ല. പിന്നെ 20 കൊല്ലായി ആവുമ്പോഴും പ്രസംഗിക്കുന്നു, ഒരക്ഷരം അങ്ങോട്ടും ഇങ്ങോട്ട് കയറും കുറെയൊക്കെ ചെയ്യും. ഇതിന്മ കൂടുന്ന അതിൻ്റെ ഒക്കെ ആളുകൾക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇനി അമ്മ കൂടുന്നവർക്ക് കൂടുകയും ചെയ്യുക. നിങ്ങൾ അവിടെ കൊടുത്തന്നാൽ മതി, എനിക്ക് സിറാത്ത് വലത്തുമ്പോൾ തന്നാൽ മതി, ഇവിടെ തരണ്ട. ഒരു മൗലവി പറയാ, ഇനി അങ്ങനത്തെ നബി കുടുംബം ഉണ്ടെങ്കിൽ തെളിയിക്കാൻ കഴിയില്ല, ഇനി ഉണ്ടെങ്കിൽ അതുകൊണ്ടൊരു ഉപകാരമില്ല. ഹബീബ ഉമ്മു കുൽസൂമിനെ കരഞ്ഞുകൊണ്ട് വാങ്ങിക്കെട്ടി. ആര്? സയ്യിദ്ന ഉമർ ബിൻ ഖത്താബ്. എന്നിട്ട് പറഞ്ഞു, ജനങ്ങളെ, ഞാനിത് ചിന്തിട്ടുള്ളത്, ഇന്നി സമിഅതു റസൂലല്ലാഹ്, ഹബീബായ നബി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. കുല്ലു നസബിൻ വസബബിൻ യൻഖതിഉ യൗമൽ ഖിയാമ. എല്ലാ കാര്യകാരണങ്ങളും എല്ലാ തറവാട്ട് ബന്ധങ്ങളും അന്ത്യനാളിൽ മുറിഞ്ഞു പോകും. എന്നിലൂടെയുള്ള കാരണമല്ലാതെയും എന്നിലൂടെയുള്ള കുടുംബ ബന്ധമല്ലാതെയും ബാക്കിയുള്ള കുടുംബമെല്ലാം അന്ത്യനാളിൽ ഞാനും നബിയും തമ്മിൽ നബിയുടെ കുഞ്ഞുമോളെ ഞാൻ കെട്ടിയല്ലോ, അഥവാ ഫാത്തിമ ബീവിയുടെ കരളാണ് ഉമ്മു കുൽസൂമിനെ ഞാൻ കെട്ടിയത് കൊണ്ട് ഞാനും നബിയും തമ്മിലുള്ള കുടുംബ ബന്ധം അന്ത്യനാളിൽ നിലനിൽക്കലാണ് എന്റെ ആഗ്രഹം. സുബ്ഹാനല്ലാഹ്, അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. കുല്ലു നസബിൻ വസബബിൻ യൻഖതിഉ യൗമൽ ഖിയാമ ഇല്ലാ മാ കാന മിൻ സബബി വനസബി. فأحببت أن يكون بيني وبين رسول الله نسب وسبب നബിയും ഞാനും തമ്മിലുള്ള കുടുംബ ബന്ധം നിലനിൽക്കലാണ് എന്റെ ഉദ്ദേശം.
ആ ബന്ധം നിലനിൽക്കണം, കുടുംബ ബന്ധം. കാരണം ഞാൻ ആരെ മോളെ കെട്ടിയിട്ടുണ്ട്? ഫാത്തിമ ബീവിയുടെ, അലിയാരെ ഫാത്തിമ ബീവിയുടെ. മനസ്സിലാവണില്ലേ പറഞ്ഞത്? അള്ളാഹു തൗഫീഖ് തരട്ടെ, അള്ളാഹു തൗഫീഖ് തരട്ടെ. അവർക്ക് പറ അള്ളാഹു തൗഫീഖ് തരട്ടെ. ഞാൻ സൈനബ് ബീവിയെ സിയാറത്ത് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ 10 ദിവസം മുമ്പ്. യാ പഠിച്ചവനെ, അള്ളാഹ് അലിയാരെയും ഫാത്തിമാവിന്റെ മോളാണ് ആര്? സൈനബ് ബീവി. ഞാൻ കൈറോയിൽ വെച്ച് സിയാറത്ത് ചെയ്തിട്ടുണ്ട്. യാ അള്ളാഹ്, കരിഞ്ഞു ഒക്കെ കരിയിരിക്കും, എല്ലാവരും കരിയിരിക്കും, കരിയന്നെ എല്ലാവരും കരിയിരിക്കും. അവിടെയാണ് ബസ് ഇറങ്ങി കരിഞ്ഞു. ആരെ? അപ്പുറത്ത് ഹസനും ഇപ്പുറത്ത് സൈനബ് ബീവി. ആരെ മോള്? ഫാത്തിമാവിന്റെ അലിയാരി മോള്. ഭയങ്കര അല്ലാ ഞാൻ അവരെ ആ തൂങ്കാല് പിടിച്ച് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളെ പറ്റി പറയുന്നുണ്ട്. ഈ വർഷം ഇപ്രാവശ്യം ഒരു അത്ഭുതമുണ്ടായി. ഞാൻ അള്ളാഹുവിന്റെ മക്കാമിലേക്ക് അവിടെ കയറി. നിറച്ച ആളുണ്ട്. അപ്പം മലയാളികളല്ലേ സാധാരണ. അവിടെയൊക്കെ ഇഷ്ടം പോലെ അറബികളുണ്ട്. നിറച്ച അറബികൾ പൊട്ടി കരഞ്ഞ് ദ്വാരക്കായിരിക്കും. നമ്മൾ കുറച്ച് ആളുകൾ അങ്ങോട്ട് കയറി. അപ്പോൾ ആരെ? ഹുസൈൻ റളിയല്ലാഹുവിന്റെ ഫാത്തിമാവിന്റെ മോൻ, പൊന്നുമോനായ ഹുസൈൻ റളിയല്ലാഹുവിന്റെ തല മറവ് ചെയ്തത് എവിടെയാണ്? കൈറോവിലാണ്. ഉടല് കെർബലയില്, തല കൈറോവില്. അങ്ങനെ കയറി ചെന്നു. അല്ലാഹു അൽഹംദുലില്ലാ. പഠിച്ചോനെ, നമ്മുടെ യാസീൻ ഓടിയപ്പോ ആ മക്കാമിലുള്ള മൊത്തം ആളുകൾ അവരെ അമല് നിർത്തിയിട്ട് നമ്മളെ യാസീനിൽ കൂടി. ഒരത്ഭുതം. എല്ലാവരും ആ മക്കാമിൽ അപ്പൊ സിയാറത്ത് ചെയ്യുന്ന മൊത്തം ആളുകൾ അവരെ അമല് നിർത്തിയിട്ട് നമ്മളെ യാസീനിൽ കൂടി. പിന്നെ എല്ലാവരും ദുആ ചെയ്യുമ്പോൾ ഒരു മനുഷ്യൻ ഇല്ല, എല്ലാവരും ആമീൻ ആമീൻ പറഞ്ഞു. എല്ലാ അറബിയും, അങ്ങേ ഭാഗത്ത് സ്ത്രീകളുടെ ഭാഗം, ഇങ്ങേ ഭാഗത്ത് ആണുങ്ങളെ ഭാഗം ഒക്കെ ആമീൻ പറയാം. ഒരു കുട്ടി പോലും. നമ്മളെ ദുആ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ വിവിധങ്ങളായ ദുആകൾ. അതൊക്കെ ഒരേ സമയത്ത് പല ദുആകൾ നടന്നു. പക്ഷെ നമ്മൾ ദുആ നടക്കുമ്പോൾ ഒരാളും മിണ്ടിയില്ല, എല്ലാവരും ആമീൻ പറഞ്ഞു. എന്താണ് അല്ലാഹു അഅലം. അങ്ങനെയൊക്കെ ഒരു അപൂർവ അനുഭവമാണ്. അവിടെ വന്നോര് ദ്വാരക്കാർക്ക് ഭയങ്കര ഒരു ശബ്ദമായിരിക്കും, മനസ്സിലാവണില്ല. ഇങ്ങനെ ചുറ്റും പറയാം മക്കാമ. എല്ലാവരും ഒക്കെ കരയന്നെ, എല്ലാവരും കരയന്നെ. അള്ളാഹു നമുക്ക് ഇനിയും തൗഫീഖ് തരട്ടെ. അള്ളാഹു തൗഫീഖ് തരട്ടെ. കൈറോവിലെ നിന്ന് പോരുമ്പോൾ ഞാൻ അവസാനം നടത്തിയ ഹുസൈൻ റളിയല്ലാഹുവിനെ സിയാറത്ത് ചെയ്യലാണ്. ഞാനും എൻ്റെ കുട്ടികളും നിങ്ങളെ വാപ്പാനെ പറ്റി പറയാൻ ഞങ്ങളെ സഹായിക്കണം. അള്ളാഹു ഞങ്ങൾക്ക് ആവും കയ്യിൽ എത്തിലാണാക്കാം. അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. അള്ളാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. അള്ളാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഫാത്തിമ ബീവിയുടെ മഹത്വം സാധാരണ ഒരു പെണ്ണല്ല. എന്താ പെണ്ണിന്റെ വലിപ്പത്തരം! അബൂഹാ മുഹമ്മദ് فلأنت طيب ما تلاصق فالماء ما تلاصق جلده بتراب هذا الأرض من خطواتي فلأنت أزكى ما تعالى ذكره فلا أنت عند الله حبل نجاتي أنت الذي سميت باسم محمد حميت حيا بل وبعد مماتي. ആരെ മോളായത്? മറിയമ്മാന്റെ വൽപ്പത്തരം റളിയല്ലാഹു അൻഹ. മറിയം ബീവിയുടെ വൽപ്പത്തരം മുത്തുനബിയുടെ ഭാര്യയാണെന്നാണ് മറിയം ബീവിയുടെ വൽപ്പത്തരം. എന്നാൽ ഇത് മുത്തുനബിയുടെ മോളാണ്. അപ്പൊ ആരാ? മറിയം ബീവിയേക്കാൾ മഹദിയാണ് ഫാത്തിമ. ചോദിക്കട എന്നോട്, അതെന്തേ ചോദിക്കട എന്നോട്, തെളിവ് പറയട. ഞാൻ ഇനി 100 മറിയമിനേക്കാൾ മഹദിയാണ് റളിയല്ലാഹു അൻഹാ ഫാത്തിമ. ഇന്നല്ലാഹ അസ്തഫാകി വതഖറകി വസ്തഫാകി അലാ നിസാഇൽ ആലമീൻ. ലോകത്തെ മറ്റു പെണ്ണുങ്ങളെക്കാൾ മുന്തിച്ചു വെച്ച പെണ്ണാണ് ഏത്? മറിയം. എന്തുകൊണ്ട്? മകനെ കൊണ്ടല്ല. മകൻ 12 ആളല്ലേ? 12 കുടുംബത്തിന്റെ നബിയാണ് ആര്? ഈസ. പിന്നെ ഉമ്മ എങ്ങനെ ലോകത്തിന്റെ നേതാവാണ്? മനസ്സിലായില്ല. 12 കുടുംബത്തിന്റെ നേതാവാണ് ഈസ. ഉമ്മയോ ലോകത്തെ പെണ്ണുങ്ങളെ നേതാവാണ്. എങ്ങനെടാ? സൗജത്ത് മുഹമ്മദ് ലോകത്തിന്റെ നേതാവിന്റെ ഭാര്യയായത് കൊണ്ടാണ് ആലമീൻ എന്ന
പദം മഹദിയായ മറിയമിലേക്ക് ചേർന്നിട്ടുള്ളത്. എന്തുകൊണ്ട്? ആലമീന്റെ ആളല്ലല്ലോ, മറിയമിന്റെ ബാല്യാപ്പയായ ഇബ്രാഹിം വരെ അലൈഹിസ്സലാം ലോകത്തിന് മൊത്തമുള്ള നബിയല്ല. സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം ലോകത്തിന് മൊത്തമുള്ള ആളല്ല. സ്വന്തം മകനായ ഈസ പോലും അലൈഹിസ്സലാം, ഈസ ഇറങ്ങി വരും അലൈഹിസ്സലാം. അപ്പോൾ ബാങ്ക് കൊടുക്കും, ഇഖാമത്ത് കൊടുക്കും. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് പറയും ഫഅമ്മലിന്നാസ്, നിങ്ങൾ ഇമാമാക്കി. അപ്പോൾ റസൂലുള്ളാഹിന്റെ പേരക്കുട്ടി ഉണ്ടാവുമ്പോ ഞാൻ ഇമാമത്ത് കുലാൻ ആര് പറയും? സാനബി. ഈ മിനിഞ്ഞാന്ന് കൂടി ഞാൻ ആരീസ് കണ്ടിട്ടുണ്ട്. മനസ്സിലായില്ല? മഹദി ഇമാമിന്റെ മുന്നിൽ ഇമാമത്ത് നിൽക്കൂല. ആര്? സയ്യിദുനാ ഈസ. എന്റെ ഇമാമത്ത് ഞാൻ നിൽക്കൂല. അത് അവിടെ നിന്നാണ്. റസൂലുള്ളാഹിന്റെ പേരക്കുട്ടിയാ. റസൂലുള്ളാഹിന്റെ പേരക്കുട്ടി ഉണ്ടാവുമ്പോ മനസ്സിലായില്ലേ? വാപ്പ മരിച്ചിട്ട് ഉമ്മ മരിച്ചിട്ടടാ പാണക്കാട്ട തങ്ങന്മാരെയും മറ്റ് സയ്യിദന്മാരെയും കൊണ്ടുവന്നിട്ട് വലിപ്പത്തരം കാട്ടി കിട്ടണോന്നുണ്ടല്ലടാ നമ്മളെ നാട്ടിൽ. വിവരം അറിയടാ. അഹ്ലു ബൈത്തിനെ ബാക്കിൽ നിർത്തിയിട്ട് ഇമാമത്തേക്കണവരുണ്ട്. ഓർക്ക് പറയാൻ ന്യായമുണ്ട്. നിന്റെ വാപ്പ മരിച്ചാൽ ഞാൻ ആസ്കരിക്കാം. അതൊക്കെ വിവരം അറിയടാ. കുരുത്തക്കടാണ്. മനസ്സിലാവുണ്ട പറഞ്ഞു. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. മഹ്ദി ഇമാമത്ത് നിൽക്കും ആരെ മുന്നിൽ? അതന്നെ ഹദീസിന്റെ വിശദമായ ഹദീസുണ്ട്. ഇമാമുക്കും ഖൈറുലക്കും എന്നത് മഹ്ദി ഇമാമിനെ പറ്റി പറഞ്ഞതാ. അതിന്റെ വിശദമായ ഹദീസുണ്ട്. റസൂലുള്ളാഹി റസൂലുള്ളാഹിന്റെ പേരക്കുട്ടി ഇവിടെ ഉണ്ടാവുമ്പോ ഞാൻ ഇമാമത്ത് കുലാൻ ആര് പറയും? ഈസാ നബി പറയും. ഇന്നല്ലാഹ അസ്തഫാകി വതുഖറകി വസ്തഫാകി അലാ നിസാഇൽ ആലമീൻ. ഏത് പെണ്ണിനെക്കാളും മറിയമിനെ അല്ലാഹ് തെരഞ്ഞെടുത്തു റളിയല്ലാഹു അൻഹ. എന്റെ ലോകത്തിന്റെ നായകന്റെ പെണ്ണുങ്ങളാണ്. ലോകത്തിന്റെ നായകന്റെ പെണ്ണുങ്ങളാണ് ആര്? സയ്യിദത്തുനാ ഉമ്മുൽ മുഅ്മിനീൻ മറിയം. ഒക്കെ പറ റളിയല്ലാഹു അൻഹാ, റളിയല്ലാഹു അൻഹാ, റളിയല്ലാഹു അൻഹാ, റളിയല്ലാഹു അൻഹാ. എന്തേ ആസിയാനെ തൊടാൻ ഫിറൗന് കഴിയാഞ്ഞു? കൊല്ലത്രയാ കഴിഞ്ഞത്, തൊടാൻ കഴിഞ്ഞില്ല. ഭയങ്കര കരുത്തനാണ് ഫിറൗൻ. പക്ഷെ ആസിയാന്റെ അടുത്തെത്തുമ്പോഴത്തിന് തളർന്നു പോകും. തൊടാൻ പറ്റൂല. കാരണം മുസ്തഫാനബിന്റെ ഭാര്യയല്ലേ, തൊടാൻ പറ്റൂല. എന്തെങ്കിലും വിചാരിച്ച് മനസ്സിലായില്ല. ഭയങ്കര കരുത്തനാണ് ആര്? ഫിറൗന്. ആസിയ ബീവിന്റെ കട്ടിലിനടുത്ത് എത്തുമ്പം തളർന്നിട്ട് പോകും, അനങ്ങാൻ വയ്യ. കൊല്ലത്ര കഴിഞ്ഞു? എത്ര പതിറ്റാണ്ടുകളാണ് ആസിയ ബീവിയുടെ കട്ടിലിന്റെ അടുത്ത് പോയി ഫിറൗൻ തിരിച്ചു പോകുന്നത്? ആസിയയെ സ്വന്തം ശരീരം കൊണ്ട് തൊടാൻ, പെണ്ണിനെ തൊടുമ്പോലെ തൊടാൻ ഫിറൗന് കഴിഞ്ഞിട്ടില്ല. എന്തുകൊണ്ട്? ആ ശരീരത്തിൽ പ്രവേശിക്കേണ്ടത് റഹ്മത്തുൽ ലിൽ ആലമീനാണ് മുഹമ്മദ്. അതാണ് സ്വർഗത്തിലെ ആദ്യത്തെ ആഘോഷം, റസൂലുള്ളാഹിന്റെ കല്യാണം. അന്നത്തെ ക്ഷണിതാക്കളിൽ ഞങ്ങളെ പെടുത്തണം റബ്ബേ. അല്ലാഹ് ആസിയ ബീവിയെയും മറിയം ബീവിയെയും മുത്തുനബി കിട്ടുന്ന ആ കല്യാണത്തിന്റെ ഭക്ഷണം ഞങ്ങൾക്ക് തരണമേ തമ്പുരാൻ. അതാണടാ അത്ഭുതം. ആ ഭക്ഷണമാണടാ സ്വർഗത്തിലെ വിരുന്നുകളിൽ ആദ്യത്തെ വിരുന്ന്. സിവാജ് മുഹമ്മദാണ്. ആസിയ ബീവിയെയും മറിയം ബീവിയെയും മുത്ത് മുഹമ്മദ് മുസ്തഫ കല്യാണം കഴിക്കുന്ന കല്യാണമാണ് സ്വർഗത്തിലെ ആദ്യത്തെ വിരുന്ന്. അല്ലാഹു തൗഫീഖ് തരട്ടെ. എങ്കിൽ മറിയം ബീവിന് ഈ ദർജ ഉണ്ടെങ്കിൽ ഫാത്തിമാവിന്റെ ദർജ എന്തായിരിക്കും? അവരെ മറ്റത് ഭർത്താവാ, ഇത് ബാപ്പയാ. ബാപ്പയാ മുഹമ്മദ്. എന്റെ കരളാണ്, എന്റെ കരളാണ്, എന്റെ കരളാണ് ഫാത്തിമ എന്ന് പുണ്യ മുഹമ്മദ് മുസ്തഫ. വേറെ ഒരുപാട് ഹദീസുണ്ട്, ഞാൻ പിന്നെ പറഞ്ഞുതരും. അത്ഭുതകരങ്ങൾ കേട്ടോ അത്ഭുതപ്പെട്ടു. അങ്ങനത്തെ ഹദീസുണ്ട് ഫാത്തിമാവിന്റെ മാറ്റത്തിൽ. ബാപ്പയാരാ? ബാപ്പ പുണ്യ റസൂലാണ്. മറ്റേ മറിയം ബീവിയുടെ ബാപ്പ ഇമ്രാനാണ്. മറിയം ബീവിയുടെ ബാപ്പ ഇമ്രാനാണ്. ഭാര്യ ആരാണ്? ഉമ്മ ആരാണ്? ഹന്നത്താണ്. എന്നാൽ ഇതാരാ? ഖദീജ ബീവിയാണ്. മുത്തുനബിയെ കൊണ്ട് ആദ്യം വിശ്വസിച്ച പെണ്ണാണ്, സ്വഹാബിയത്താണ്. ഈ ദുനിയാവിലെ ഏറ്റവും വലിയ സ്വഹാബിയത്ത് നിന്റെ സ്വഹാബിയായിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. മനസ്സിലായോ പറഞ്ഞത്? സക്കരിയായുടെ സ്വഹാബിയത്താണ് മറിയം എങ്കിൽ മുത്തുനബിയുടെ സ്വഹാബിയത്താണ് ഖദീജത്തുൽ കുബ്രാ. മനസ്സിലായോ പറഞ്ഞത്? സക്കരിയ നബിയുടെ സ്വഹാബിയത്താണ് ആര്? മറിയം ബീവി. ഓരോ നബിമാർക്കും സ്വഹാബികൾ ഉണ്ടെങ്കിൽ ലോകത്തെ ഏറ്റവും പ്രധാന സ്വഹാബികൾ എന്റെ സ്വഹാബികളാണെന്ന് മുഹമ്മദ് മുസ്തഫ. സക്കരിയ നബിയുടെ സ്വഹാബിയാണ് ആര്? മറിയം ബീവി. മുത്തുനബിയുടെ സ്വഹാബിയത്താണ് ആര്? ഖദീജ ബീവി.
ലോകത്തെ പ്രഥമ വനിത ആരായിരിക്കും? ഖദീജ ബീവി. ആ ഖദീജാവിന്റെ മോളാണ് ആര്? ഫാത്തിമ ബീവി. പിന്നെ ആരാ? മറ്റേത് ഇമ്രാന്റെ മോളാ. റസൂലുള്ളാഹിന്റെ മോളാ. റസൂലുള്ളാഹി ആരാ? പറയാ തീരൂല്ല. പറയേ فلن تطيب ما تلاصق جلده بتراب هذا الأرض من خطواتي. ഈ ഭൂമിയില് ചെരിപ്പടി കാലി വെച്ച് നടന്നതില് ഏറ്റവും അത്വയബായ നല്ലവൻ മുഹമ്മദാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. والنهر عربا والبحار وذاتي شهدنا. എല്ലാം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള പ്രേമം എന്താണ്? മലഅൽ ഖുലൂബ വ അസ്കബൽ അബറാതി. ഈ ലോകത്തെ ഏറ്റവും മനുഷ്യർ കരഞ്ഞത് പുണ്യ നബിയെ പ്രേമിച്ചിട്ടാണ്. വേറെ വർത്താനം പറഞ്ഞു കേട്ടോ. ഈ ലോകത്തെ മനുഷ്യൻ ഏറ്റവും കൂടുതൽ കരഞ്ഞത് നബിയെ പ്രേമിച്ചു. ഷഹദന അസ്മൻ അന്നക ഹുബ്ബല്ലദീ മലഅൽ ഖുലൂബ വ അസ്കബൽ അബറാതി. ഈ ലോകത്ത് ഒരുപാട് കാമുകന്മാരുണ്ടായിട്ടുണ്ട്, പ്രേമിച്ചവരുണ്ട്, ലോക ചരിത്രത്തിൽ പ്രേമിച്ചവരുണ്ട്. എന്നാൽ കാമുകന്മാരുണ്ട്, പ്രേമിച്ചവർ ധാരാളമുണ്ടെങ്കിൽ എല്ലാ ഹൃദയങ്ങൾ ലോകം കണ്ടിട്ട് കോടി ജനങ്ങൾ ഒരാളെ പ്രേമിച്ച ഒരാൾ ലോകത്തുണ്ടെങ്കിൽ മുഹമ്മദാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ കരഞ്ഞത് ഈ മുത്ത് നബിയെ പ്രേമിച്ചിട്ടാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ കരഞ്ഞത് നബിക്ക് വേണ്ടിയാണ്, നരകത്തിന് വേണ്ടിയല്ല. നരകത്തെ പേടിച്ച് കരഞ്ഞതിന്റെ കോടാനക്കോടി ഇരട്ടി ജനങ്ങൾ ആർക്ക് വേണ്ടി കരഞ്ഞിട്ടുണ്ട്? പുണ്യ മുഹമ്മദ് മുസ്തഫ. ഉറപ്പല്ലേ? ബുർദ എന്താ പറഞ്ഞ് തുടങ്ങിയെന്താ? കരഞ്ഞപ്പോൾ കണ്ണുനീരിൽ രക്തം ചേർന്നല്ലോ. എന്നിട്ടും നിന്നോട് എത്ര വട്ടം ഞാൻ പറഞ്ഞു, മിണ്ടല്ലേ, കരയല്ലേ. എത്ര വട്ടം പറഞ്ഞു നിന്നോട് ഞാൻ അടങ്ങ്, പിന്നെ നീ കരയല്ലേ? ആരാണ് നീ? ഞാൻ മനസ്സിലായില്ല. നിന്നോട് എത്ര വട്ടം ഞാൻ പറഞ്ഞു കരയല്ലേ, എന്നിട്ട് കരയല്ലേ? ആരോട് പറയാ? കണ്ണിനോട് പറയാ. ആര്? കവി. ആരാ കരയാണ്? കവി തന്നെ. കവി പറയാണ് നിന്നോട് എത്ര വട്ടം പറഞ്ഞു കരയല്ലേ, എന്നിട്ട് എന്ത് ചെയ്യാണ്? കരയാണ്. കരയോണ്ടിരിക്കുക തന്നെയാ. മൃഗാളി അങ്ങനത്തെ പറഞ്ഞു നാളെയെങ്കിലും ഒന്ന് കരഞ്ഞാലിട്ടോ. നാളത്തെ ദിവസം ശ്രദ്ധിക്കണം കേട്ടോ. നാളത്തെ ദിവസം എല്ലാവരും സ്വലാത്തു താജ് ചെല്ലണം. മഗ്‌രിബിന് ശേഷം ഒരു 21 തവണ ലഖദ് ജാഅക്കും, പിന്നെ സ്വലാത്തു താജ് 10 വട്ടം, പിന്നെ വീണ്ടും 21 വട്ടം ലഖദ് ജാഅക്കും, പിന്നെയും സ്വലാത്തു താജ് 10 വട്ടം, ഒരു 100 വട്ടെങ്കിലും സ്വലാത്തു താജിൽ കളി. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. അല്ലാഹു തആല തൗഫീഖ്. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞത്? മനസ്സിലായില്ലേ പറഞ്ഞത്? സ്വലാത്തു താജിൽ 10 വട്ടം, ആദ്യം 21 വട്ടം ലഖദ് ജാഅക്കും, പിന്നെ സ്വലാത്തു താജ് 10 വട്ടം, പിന്നെ വീണ്ടും 21 വട്ടം ലഖദ് ജാഅക്കും, പിന്നെയും 10 വട്ടം. ഒരു 100 വട്ടെങ്കിലും സ്വലാത്തു താജ് കളി. അല്ലാഹു തൗഫീഖ് തരട്ടെ. കൽബുകൊണ്ട് ചെല്ല, കൽബുകൊണ്ട്. ഏത് ഹൃദയത്തെയും നിറച്ചത് അങ്ങയോടുള്ള സ്നേഹമല്ലേ? ഏത് കണ്ണുനീരിനെയും ചൊരിച്ചത് അങ്ങയോടുള്ള സ്നേഹമല്ലേ? മുഹമ്മദ് ആളെ മോളല്ലേ ഫാത്തിമ. എന്താ ചുംബിച്ചിട്ട് പറഞ്ഞു, മോളെ എന്റെ വാസന, എന്റെ ആ ഒരു വാസന എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലെ മൊത്തം വാസന പഴം കൂട്ടി വാസനിച്ചാൽ എങ്ങനെ ഉണ്ടാവും? അതാണെന്ന് എന്റെ വാസന ഫാത്തിമ ബീവിയോട്. ആ രീതി ഞാൻ പിന്നെ കാണിച്ചു തരുന്നുണ്ട്. മനസ്സിലായില്ല? ഫാത്തിമാനെ ചുംബിച്ച റസൂൽ പറയാം. എന്ത് ഒരു യാത്ര പോകുമ്പോ അവസാനം ചെയ്യാം ഫാത്തിമ ബീവിനെ ചുംബിക്കല, തിരിച്ചു വന്നാൽ ആദ്യം ചെയ്യാം ഫാത്തിമ ബീവിനെ ചുംബിക്കല.
ഒരിക്കൽ ആയിഷ ബീവിനെ ചോദിക്കുന്നുണ്ട്, അല്ല നബിയെ, നിങ്ങൾ എന്തിനാണ് എപ്പോഴും ഫാത്തിമാനെ ചുംബിക്കുന്നത്? അപ്പൊ പറയും, എനിക്ക് സ്വർഗത്തിന് ആസ്വദിക്കാൻ പൂതിയാകും, അപ്പോൾ ഞാൻ ഫാത്തിമാനെ ചുംബിക്കാണ്. പുണ്യ റസൂൽ, സ്വർഗത്തിലെ മൊത്തം പഴം ഒരാൾ വാസനിക്കുന്ന കൺപൂതിയുണ്ടെങ്കിൽ അവൻ ഫാത്തിമാനെ വാസനിച്ചാൽ മതി. അതാണ് ഫാത്തിമ. അല്ലാഹ് അല്ലാഹ് അല്ലാഹ്. മനസ്സിലാവണ്ട പറഞ്ഞത്? എന്താ വിചാരിച്ച് ഇതൊക്കെ അല്ലാഹു തൗഫീഖ് തരട്ടെ. അവസാനത്തെ കർമ്മം, ഒരു യാത്ര പോവുകയാണെങ്കിൽ അവസാനത്തെ കർമ്മം ഫാത്തിമ ബീവിയെ ചുംബിക്കലാണ്. മദീനയിൽ തിരിച്ചെത്തിയാൽ ആദ്യത്തെ കർമ്മവും ഫാത്തിമ ബീവിയെ ചുംബിക്കലാണ്. പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനത്തെ സയ്യിദത്തു നിസാഇൽ ആലമീൻ, ലോകത്തെ പെണ്ണുങ്ങളുടെ നേതാവാണ്, നേത്രമതിയാണ്. ആര്? ഫാത്തിമ റളിയല്ലാഹു അൻഹാ. പടച്ചോനെ, അവരുടെ ഭർത്താവോ സയ്യിദുൽ അറബി വ സയ്യിദുൽ മുസ്ലിമീൻ, മുഅ്മിനീങ്ങൾക്ക് നേതാവായ ഭർത്താവിന്റെ ഇണയുടെ ഭാര്യയല്ലേ? പണ്ട് ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്ത്? മല്ലം യകുൻ അലി മൗലാ ഫലൈസ ബിമുഅ്മിനിൻ. അലി ഒരാൾക്ക് നേതാവല്ലെങ്കിൽ പിന്നെ അവൻ മുഅ്മിനേ അല്ല എന്ന് ഞാൻ നബി പറയുന്നത് കേട്ടിട്ടുണ്ട്. ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. വേറെ ഒരുപാട് സംഭവങ്ങളുണ്ട് ഈ ഹദീസിന്. ഞാൻ പിന്നെ ആ സംഭവങ്ങളൊക്കെ പറഞ്ഞുതരും ഇൻഷാ അല്ലാഹ്. ഒരാൾക്ക് അലി നേതാവല്ലെങ്കിൽ പിന്നെ അവൻ മുഅ്മിനേ അല്ല. അങ്ങനത്തെ ആണിന്റെ ഇണയാണ് ആര്? ഫാത്തിമ. ഇനി അവരെ മാറ്റണ്ട. അവരെ 2 മക്കളാണ്. സയ്യിദ ശബാബി അഹ്ലിൽ ജന്ന, സ്വർഗീയ യുവാക്കളുടെ നേതാവ് ഹസനും ഹുസൈനുമാണ്. അവരുടെ ഉമ്മയാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹാ. അല്ലാഹു അവരിലേക്ക് നമ്മളെ ചേർക്കട്ടെ. അല്ലാഹു അവരിലേക്ക് നമ്മളെ ചേർക്കട്ടെ. അല്ലാഹു ഭയങ്കര വർത്താനാണല്ലോ ഇത്. സ്വർഗത്തിൽ എല്ലാവരും എന്തായിരിക്കും? എനിക്ക് തിരിയാത്തൊരു മസലയാണ് കേട്ടാ. ഈ മസല എനിക്ക് മനസ്സിലാക്കാത്ത ആണ്. തിരിഞ്ഞില്ല. ഈ ഹദീസ് ഞാൻ ഓർമ്മ തുടങ്ങിയിട്ട് ഒരുപാട് കാലമായി, പക്ഷെ എപ്പോഴും ഇങ്ങനെ ഉള്ളു തിരിഞ്ഞിട്ടില്ല. മനസ്സിലായില്ല. സ്വർഗത്തിൽ എല്ലാവരും ആരാണ്? സ്വർഗത്തിൽ തൊണ്ടന്മാരുണ്ടാവോ? നിങ്ങളൊന്ന് പറയും മനുഷ്യന്മാരെ, സ്വർഗത്തിൽ തൊണ്ടന്മാരുണ്ടാവോ? ഇല്ല. ഒക്കെ ആരാണ്? യുവാക്കളാണ്. യുവാക്കളുടെ നേതാവ് ആരാണ്? ഹസൻ ഹുസൈനാണ്. എന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ. എന്താ ഇതൊക്കെ വായന? ഒരു യൂത്ത് വിങ് വേറെ ഉണ്ടെങ്കിലല്ലേ പറയാ. ഒരു തൊണ്ടന്മാര് വേറെയും യുവാക്കൾ വേറെ ഉണ്ടെങ്കിലല്ലേ യുവാക്കളെ നേതാവ്. ഇത് തന്നെ മറ്റേ പറയുന്ന പറ്റുള്ളൂ. ഇതൊക്കെ ആരാണ്? യുവാക്കളാണ്. യുവാക്കളെ നേതാവ് ഒരു ആവണേനും. എന്റെ വായന എന്താ പറഞ്ഞത്? ഈ ഹദീസ് എത്ര സ്ഥലത്താ ഹദീസുള്ളത്? അവരമ്മയാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ. പിന്നെ സൽസ്വഭാവോ? ആയിഷ ബീവി പറയാൻ സൽസ്വഭാവം. عن عائشة رضي الله عنها كانت إذا ذكرت فاطمة بنت النبي قالت ما رأيتك أحدا أصدق لهجة من فاطمة غير أبيها محمد صلى الله عليه وسلم. ഇത്രയേറെ സത്യം പറയുന്ന ഒരു പെണ്ണിനെ ഫാത്തിമയെ പോലെ ഞാൻ കണ്ടിട്ടില്ല. ഇത്രയേറെ സത്യം പിടിച്ചിരുന്ന ഒരാള്, ഇത്രയേറെ സത്യത്തിൽ ജീവിച്ച ഒരാള് ഫാത്തിമയെ പോലെ ഞാൻ കണ്ടിട്ടില്ല. അവളെ ഉപ്പയായ മുസ്തഫ നബി മാറ്റി വെച്ചാൽ ലോകത്തെ ഏറ്റവും സത്യം പുലർത്തിയ പെണ്ണാണ് ആര്? ഫാത്തിമ എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ. ആയിഷ ബീവി പറയണത് അതാണ് അതിന്റെ രസം. വരെ ഉമ്മയാണ് ആര്? ഖദീജ ബീവിയുടെ ഒരു ഉള്ളിൽ ദേശീയാണ് ആർക്ക്? ആയിഷ ബീവിക്ക്. നബി എപ്പോഴും ആര് പറയും? ഖദീജ ഖദീജ ഖദീജ. അപ്പൊ റസൂൽ ആയിഷ ബീവി പറയും ആ കേൾവിയായ സ്ത്രീ എന്നോ മരിച്ചില്ലേ നബി? എപ്പോഴും അതിന്റെ പിന്നാലെ കൂടെ തന്നെ. കാലം ഞങ്ങൾ എത്ര പെണ്ണുങ്ങളുണ്ട് എപ്പോഴും ആ കളവിയിൽ. അപ്പൊ റസൂൽ പറയും ആരാ ഖദീജ നിനക്കറിയില്ല. ആയിഷ ബീവി പറയാണ് എന്റെ ജീവിതത്തിൽ ഞാൻ അവരായിട്ട് ഇടപഴകിയിട്ടില്ല, പക്ഷെ എനിക്ക് ഉള്ളിലൊരു ദേഷ്യം ഒരാളോട് ഉണ്ടെങ്കിൽ ആരോടാണ്? നമ്മളെ മാറുവിടത്തിൽ കടക്കുമ്പോഴും റസൂലിന്റെ മാറ്റം പറയാം ആരുടേതാണ്? ഖദീജാന്റെ മാറ്റം പറയാം. റളിയല്ലാഹു അൻഹാ. ഖദീജ ഖദീജ എന്നെ എപ്പോഴും നബിയുടെ വായിന്ന് പറയാ ഖദീജ 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 അങ്ങനെ പറയും റസൂൽ പുണ്യ മുഹമ്മദ് മുസ്തഫ. ആ ഖദീജയുടെ മകളായ ഫാത്തിമ ഇത്രയേറെ സത്യം പുലർത്തിയ ഒരാളെ ഫാത്തിമ ബീവിയെ പോലെ ഞാൻ കണ്ടിട്ടില്ല. മുഹമ്മദിൻ, അവിടുത്തെ ഉപ്പയായ ഫാത്തിമ ബീവിയുടെ ഉപ്പയായ
എന്ന് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹാ എന്ന്. ഇൽമിന്റെ കാര്യം പറയണ്ട. മദീനത്തുൽ ഇൽമിന്റെ മോളാണ്. ബാബു മദീനത്തുൽ ഇൽമിന്റെ ഭാര്യയാണ്. അന മദീനത്തുൽ ഇൽമി വഅലിയുൻ ബാബുഹാ. ഞാൻ ഇൽമിന്റെ മദീനയാണെങ്കിൽ അലി അതിന്റെ കവാടമാണെന്ന് മുഹമ്മദ് മുസ്തഫ. ഈ ഹദീസ് ഞാൻ പിന്നെ വിശദീകരിക്കും. അപ്പോൾ ഇൽമിൻ പട്ടണം എന്ന് വെച്ചാൽ എന്നൊക്കെ അതിന്റെ അർത്ഥം. അല്ലാതെ പട്ടണം മാത്രം ഒന്നല്ല. ഒരു പട്ടണം നോക്കുകയാണെങ്കിൽ അതിന്റെ കവാടമാണ് ആര്? അലി എന്ന് പുണ്യ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം. മദീനത്തുൽ ഇൽമിന്റെ മോളാണ് ഫാത്തിമ. ബാബു മദീനത്തുൽ ഇൽമിന്റെ ഭാര്യയാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹാ എന്ന്. ഇബാദത്തോ ഫാത്തിമക്ക് ഒരു പേരുണ്ട്, അൽ ബത്തൂൽ. അൽ ബത്തൂൽ അൽ ബത്തൂൽ എന്ന് ഫാത്തിമ ബീവിക്ക് ഒരു പേരുണ്ട്. എന്ത്? അൽ ബത്തൂൽ. അൽ ബത്തൂൽ എല്ലാം മുറിച്ച് അല്ലാഹുവിന്റെ ഇബാദത്തിന് വേണ്ടി മാത്രം ഒരുങ്ങിയവളാണ് അൽ ബത്തൂൽ. ഭയങ്കര ആബിദത്താണ്. അതുകൊണ്ട് കിട്ടിയ പേരാണ് എന്ത്? ബത്തൂൽ. ബത്തൂൽ എല്ലാം മുറിച്ചാണ് ഒരുങ്ങി ഇബാദത്തിന് വേണ്ടി. അതുകൊണ്ടാണ് എന്ത് പേര് കിട്ടിയത്? അൽ ബത്തൂൽ. അല്ലാ അല്ലാ അല്ലാ. റബ്ബിന്റെ ഇബാദത്തിന് എല്ലാം മുറിച്ച് ഇറങ്ങിയവളാണ് ഫാത്തിമ. അതുകൊണ്ട് സുമ്മിയത്ത് ഫാത്തിമ ബീവിക്ക് വേറെയും ഒരു പേരുണ്ട്, അൽ ബത്തൂൽ എന്ന്. ഈ ഫാത്തിമ എന്ന പേരോ ഫാത്തിമയെ ഇഷ്ടപ്പെടുന്ന ഫാത്തിമയെ തൊട്ട് നരകം പൊട്ടിത്തകർന്നു പോവും. തീനോട് പൊന്താൻ കഴിയില്ല. ആരെ കണ്ടാൽ ഫാത്തിമയെ സ്നേഹിച്ച ആളുകൾ, ആർക്കൊക്കെ ഫാത്തിമ ബീവിയെ ഇഷ്ടമാണോ അവരടുത്തേക്ക് പൊങ്ങാൻ ആർക്ക് കഴിയില്ല. അതുകൊണ്ട് ഇട്ട പേരാണ് എന്ത്? ഫാത്തിമ. നരകത്തിനെ മുറിച്ചു കളയുന്നവൾ, നരകത്തിനെ പൊട്ടിക്കുന്നവൾ, നരകത്തിന്റെ തീനെ കെടുത്തുന്നവൾ. ആ പേര് കിട്ടി. അതിന്റെ പേരാണ് എന്ത്? ഫാത്തിമ. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അള്ളാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹു തൗഫീഖ് തരട്ടെ. സുബ്ഹാനല്ലാഹ്. അങ്ങനെയാണ്. ഭംഗിയെ പറ്റി പറയുകയും വേണ്ട, സൗന്ദര്യത്തെ പറയുകയും വേണ്ട. ജമാൽ മുഴുവനും ജമാലുമാകാനത്ത് അഹദുൻ അശ്ബഹ ബിറസൂലില്ലാഹ് മിൻ ഹസനി വ ഉമ്മിഹി ഫാത്തിമ. പുണ്യ നബിയോട് സദൃശ്യപ്പെട്ട രണ്ടാളാണുള്ളത്. ഒന്ന് ഫാത്തിമയാണ്, ഒന്ന് ഫാത്തിമയുടെ ആദ്യത്തെ മോൻ സയ്യിദുനാ ഹസനുമാണ് റളിയല്ലാഹു. അങ്ങനെയാണ്. മനസ്സിലായില്ല? റസൂൽ ലോകത്തെ അന്നഹുൽ ജമാലു കുല്ലു. അതായത് ഒരു സഹാബി എന്ത് ചെയ്ത് റസൂൽ എന്ന് പറഞ്ഞാൽ ബദറാണ്. ബദർ എന്നാൽ പൂർണ്ണചന്ദ്രൻ എന്നല്ല. അതിന്റെ അപ്പുറത്ത് പറയാൻ കഴിയാത്തത് കൊണ്ടാണ്. അതിന്റെ അപ്പുറത്തേക്ക് പറയാൻ പറ്റൂല. യാ നൂറ യാ ഹാദൽ കൗനി യാ ശംസുദ്ദുജാ കുല്ലി ബിമാ ലാ സഖിൽ കലിമാതി. യാ നൂറ ഹാദൽ കൗനി യാ ശംസുദ്ദുജാ കുല്ലി ബിമാ ലാ സഖിൽ കലിമാതി. ശംസുദ്ദുജാ, ഇരുട്ടിനെയും മാറ്റുന്ന സൂര്യനാണ് മുഹമ്മദ്. ഉറക്കെ പറ, മുഹമ്മദ് മുസ്തഫ. സൗന്ദര്യം, നിങ്ങൾ റസൂലുള്ളാഹിന്റെ സൗന്ദര്യം എന്താ? ഒരു സഹാബി പൊരേന്നിറങ്ങുമ്പോ പൂർണ്ണചന്ദ്രനെ കണ്ടപ്പോൾ അത്ഭുതപ്പെട്ട് ഇങ്ങനെ നോക്കിപ്പോയി. പിന്നെ നേരെ അങ്ങോട്ട് കയറി പള്ളിയിലേക്ക്. അപ്പൊ അവിടെ ആരുണ്ട്? റസൂലുള്ളാഹി. അപ്പൊ നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, സൂര്യന് പൂർണ്ണചന്ദ്രൻ. ഒന്നല്ല. അവസാനം മരിച്ച സ്വഹാബിയോട് താബിഈങ്ങൾ ചോദിക്കുന്നുണ്ട്, സിഫ്ലനാ റസൂലല്ലാഹ്, റസൂലുള്ളാഹിനെ പറ്റി ഒന്ന് പറഞ്ഞേരി. അവസാനം മരിക്കുന്ന സ്വഹാബിയോട്. സ്വഹാബിയുടെ പേര് ഞാൻ പിന്നെ എടുത്തുതരാം. അപ്പോൾ ആ സ്വഹാബി പറഞ്ഞു, സൂര്യൻ ഉദിച്ചതാണെന്ന് തോന്നും മുത്ത് നബിയെ കണ്ടാൽ. കണ്ട മാത്രയിൽ മദീനക്കാർ പാടിയതെന്താ? ബദറു അലൈനാ മിൻ തനിയാത്തിൽ വദാഇ വജബ ശുക്രു അലൈനാ മാദാ ലില്ലാഹി ദാഇ.
മബ്ഊഥു ഫീന. കേറി പുറത്തുള്ള ഒരു ആദ്യം കയറിയിരിക്കും. പുറത്തുള്ള ദുആന്റെ നേരായി തുടങ്ങി. കയറിയിരിക്കും. അയ്യൂഹൽ മബ്ഊഥു ഫീന ജിഅത ബിൽ ആമിനിൽ മുതാഇ ജിഅത ശറഫ്തൽ മദീന മർഹബ യാ ഖൈറ ദാഇ യാ നബി യാ ഹബീബ്. ആരെ മോളാ ശബീഹത്തും ബി റസൂലില്ല. റസൂലുള്ളാഹിനോട് സാദൃശ്യമായ പെണ്ണ. അപ്പൊ ഞാൻ റസൂലുള്ളാഹിന്റെ സൗന്ദര്യം എന്താ? കഅന്ന നിസ്ഫൽ ജമാലി യൂസുഫ്. സൗന്ദര്യത്തിന്റെ പകുതി യൂസുഫ് ആണെങ്കിൽ കഅന്നൽ ജമാല കുല്ലഹു മുഹമ്മദു. യാ അല്ലാഹ്, എത്ര ഹദീത്ത്. സൗന്ദര്യത്തിന്റെ പകുതി യൂസുഫ് ആണെങ്കിൽ സൗന്ദര്യം എന്നത് മുഹമ്മദാണ്. യാ അല്ലാഹ്, أنت شمس أنت بدر أنت نور فوق نوري أنت إكسير وغالي أنت مصباح صدوري يا نبي سلام عليكم يا رب سلام عليكم يا حبيب عليكم അലൈക്കും. അതാണ് മുഹമ്മദ് മുസ്തഫ. അല്ലാഹ്, അതാ മുത്ത് മുഹമ്മദ് മുസ്തഫ. അവനെന്ന് സൂര്യനാണ്. അവസാനത്തെ സ്വഹാബി, അവസാനം മരിക്കണ സ്വഹാബിയോട് താബിഈങ്ങൾ ചോദിക്കുക, സിഫിലനാ റസൂലല്ലാഹ്, ഒന്ന് പറഞ്ഞു. സൂര്യൻ ഉദിച്ചു നിൽക്കാൻ തോന്നുന്നു. അതാണ് റസൂലുള്ളാഹ്. ആ സൗന്ദര്യം അങ്ങനെ തന്നെ എടുത്തു വെച്ചതുപോലെയാണ് ആര്? ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ. പഠിച്ചവനെ, പിന്നെ ദുനിയാവിലുള്ളവരൊക്കെ പെണ്ണന്വേഷിച്ച് വരൂലേ? മനസ്സിലായോ പറഞ്ഞത്? സദ്ദീഖ് വന്ന് തിരിച്ചുപോയി, ഉമർ ഇബ്നു ഖത്താബ് വന്ന് തിരിച്ചുപോയി. എന്താ മാ കാന അഹദുൻ അശ്ബഹ ബിറസൂലില്ലാഹ് മിനൽ ഹസനി വ ഉമ്മിഹി ഫാത്തിമ. ഹസനക്കാളും ഫാത്തിമ ബീവിയെക്കാളും മുത്തുനബിയോട് സൗന്ദര്യ സാദൃശ്യമുള്ള ഒരാളും വേറെയില്ല. അതാണ് ഫാത്തിമ. യാ അല്ലാഹ്, അതൊക്കെ അവിടെ വെച്ച് കാണാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. എന്താ കണ്ടപ്പോഴത്തിന് പറഞ്ഞില്ലേ, എല്ലാരും പറഞ്ഞില്ലേ, ബദറു അലൈനാ. ഇതാ പൂർണ്ണചന്ദ്രൻ പൊട്ടി വിടർന്നുവല്ലോ. പൂർണ്ണചന്ദ്രനല്ലേ ഈ വിടർന്നു വന്നത്? എന്താണ് ഈ മുത്ത് മുഹമ്മദ് മുസ്തഫ? എന്താണ് ഈ പുണ്യ റസൂൽ? എല്ലാം ശുദ്ധമായ പുഴകളും എല്ലാ സമുദ്രങ്ങളും എല്ലാം ഉറപ്പിച്ച് പറയുന്നുണ്ട്. എല്ലാം പ്രേമിക്കുന്നത് ഈ ജമാലിനെയാണ് മുഹമ്മദ്. എല്ലാ സൂര്യനും എല്ലാ ചന്ദ്രനും എല്ലാ സമുദ്രവും എല്ലാ വെള്ളവും എല്ലാം ഹൃദയങ്ങളെ മുഴുവനും നിറച്ചത് ഹുബ്ബ് മുഹമ്മദാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ ഖൽബിലും റസൂലുള്ളാഹിയാണ് സല്ലല്ലാഹു. അവരുടെ ശബീഹത്താണ്. ശബീഹ ഭയങ്കര സാദൃശ്യമാണ് ഫാത്തിമ ബി മുത്തുനബിയോട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹ്, എന്താണ് അള്ളാഹിന്റെ ഒരു തൗഫീഖ്. അൽഹംദുലില്ലാ, നമ്മൾ ഈ ആഴ്ച അല്ലാഹ് നമുക്ക് അവരെ പറ്റി പറയാനുള്ള തൗഫീഖ് തന്നില്ലേ. എല്ലാം ആ മനുഷ്യന്മാർക്ക് വേണ്ടി കരഞ്ഞതാണ്. എല്ലാം മുസ്ലിം സമുദായം ചെയ്ത ഏറ്റവും വലിയ തെറ്റ് ഫാത്തിമയുടെ പൊന്നുമോനെ കൊന്നതാണടാ. ഖിയാമത്ത് നാൾ വരെയുള്ള രാഷ്ട്രീയക്കാർ തലകുത്തി നിന്നാലും തൗബ ചെയ്താൽ മതിയാവില്ല. മുസ്ലിം രാഷ്ട്രീയക്കാരാണ് കൊന്നത്. ആരെ? രാഷ്ട്രീയക്കാർ പിന്നെ ആരും കൊല്ലും, അവർക്ക് രാഷ്ട്രീയമാണ് വലുത്. മുസ്ലിം രാഷ്ട്രീയക്കാരാണ് ആരെ കൊന്നത്? രാഷ്ട്രീയമാണ് ഹസനെ കൊന്നത്. രാഷ്ട്രീയത്തിന് കണ്ണുണ്ടാവില്ല. സത്യാണ്, അത് സത്യാണ്. ഖിയാമത്ത് നാൾ വരെ മുസ്ലിം രാഷ്ട്രീയക്കാർ തലന്ന് തൂക്കി നിന്ന് ഇസ്തിഗ്ഫാർ ചെയ്താലും തീരാത്തറിയാണ്. എനിക്കതിന് എന്താണൊരു പകരം എന്ന് പറയാൻ കഴിയില്ല. ഹുസൈൻ 68 കൊത്തുകുത്തിത ഒന്ന്, 68 കുത്ത. അതും എന്താണ് കൊന്നത്? എങ്ങനെയാ? ഒരു തുള്ളി വെള്ളം ചോദിച്ചിനാ ഒന്ന്.
യൂഫ്രട്ടീസ് നദി. യൂഫ്രട്ടീസ് ഞാൻ ഇപ്പോഴും എൻ്റെ കണ്ണിലുണ്ട്. ബഹർ പോലെ ഒഴുകാണ് ഇന്ന് യൂഫ്രട്ടീസ്. തുള്ളി വെള്ളം തരുമെന്ന് അതിനെ കൊണ്ണ് കൊത്തിയളൊന്ന് 68 കുത്ത. ഈ ലോകം കരഞ്ഞൊരു ദിവസം ഉണ്ടെങ്കിൽ അത് ഹുസൈനെ കൊന്ന ദിവസമായിരിക്കും. അല്ലാ, അത് ഞാൻ നിങ്ങൾക്ക് പിന്നീടൊക്കെ പറഞ്ഞുതരും. അല്ലാഹുവേ, ഭയങ്കര. ആരെയാ കൊന്നത്? യൂഫ്രട്ടീസിന് ഒരു തുള്ളി വെള്ളം ചോദിച്ചു. ആരെ കുഞ്ഞുമോൻ ആരാ? ഈ കുഞ്ഞുമോൻ ആരാ? ഈ കുഞ്ഞുമോന്റെ വല്യപ്പയായ മുഹമ്മദ് മരുഭൂമിയിലാണ് 1500 ആളുകൾ വെള്ളമില്ലാതെ വിഷമിച്ചപ്പോൾ 1500 ആളുകൾ മരുഭൂമിയിൽ കുടുങ്ങി, വെള്ളം കിട്ടിയത്. അപ്പോൾ എന്ത് ചെയ്ത്? ഇങ്ങോട്ട് കൈയാണ് നീട്ടി കൊടുത്തത്. ആ കൈവെള്ളയിലൂടെ വെള്ളം ഒഴുകി വന്നു. 1500 ആളുകൾ കുടിച്ച് അവരെ ഒട്ടകത്തിന് കൊടുത്ത് തോൽപാത്രങ്ങളിൽ നിറച്ച് 1500 ആളുകൾ കുടിച്ചിട്ട് പിന്നെയും വെള്ളം ബാക്കിയാണ്. തോൽപാത്രം നിറച്ചിട്ട് ബാക്കിയാണ്. മരുഭൂമിയുടെ നടുവിൽ ഒരു തുള്ളി വെള്ളമില്ലാത്ത ദിവസമാണ്. ഈ കുഞ്ഞുമോനെ ചുംബിച്ചു, ഈ കുഞ്ഞുമോന് തോളിലേറ്റിയും നടന്ന മനുഷ്യൻ. ഈ കുഞ്ഞുമോന് പള്ളിയിലേക്ക് കയറി വന്നപ്പോ മിമ്പറിൽ ഖുത്ബ ഓതുന്ന നബി ഈ കുഞ്ഞിനെ ചുംബിക്കാൻ വേണ്ടി മിമ്പറിൽ നിന്ന് ഇറങ്ങി വന്നതെങ്കിലും എടാ ഒന്നോർത്തുടായിരുന്നു. എന്നിട്ട് കൊണ്ടത് അല്ലാഹു തആല ഈ ദിവസം നമ്മളെ ചെയ്തതും പറഞ്ഞൊക്കെ അല്ലാഹുവിന്റെ ഹബീബിന്റെ മഹബത്ത്